വലിയ തുറന്ന സ്ഥലങ്ങളുള്ള മിക്ക മുഗൾ കെട്ടിടങ്ങളിലും കാണാൻ കഴിയുന്ന പൊതു പ്രേക്ഷകർക്കുള്ള ഹാളാണ് ദിവാൻ ആം. ആധുനിക കാലത്തെ നിയമനിർമ്മാണ കോടതികൾ പോലെ അക്ബറിൻ്റെ നീതിയുടെ സ്ഥലമായിരുന്നു അത്. എല്ലാ ദിവസവും ഇവിടെ വെച്ചാണ് അക്ബർ ചക്രവർത്തി പൊതുജനങ്ങളുടെ ഹർജികൾ കേൾക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്നത്. പൊതുജനങ്ങളുമായി വിവിധ സമ്മേളനങ്ങൾ, പൊതുപ്രാർത്ഥനകൾ, ആഘോഷങ്ങൾ എന്നിവ നടത്താനും ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. ജഹാംഗീർ ചക്രവർത്തിയുടെ ജന്മസ്ഥലമാണ് ഫത്തേപൂർ സിക്രി. അക്ബർ ചക്രവർത്തിയുടെ കുട്ടികളെല്ലാം തന്നെ ശൈശവത്തിലേ മരിച്ചുപോയിരുന്നു. പിന്തുടർച്ചാവകാശിയായി ഒരു മകനു വേണ്ടി അദ്ദേഹം ഫത്തേപൂർ സിക്രിയിലെ വിശുദ്ധ ഷിസ്തിയുടെ സഹായം തേടി. വിശുദ്ധ സലീം ഷിസ്തി ജഹാംഗീറിൻ്റെ ജനനം പ്രവചിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുകയും അതേപോലെ അക്ബറിനും ജോധാബായിക്കും ജഹാംഗീർ ജനിക്കുകയും ചെയ്തു. ജഹാംഗീറിൻ്റെ ജനനത്തോടെ അക്ബറിൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം തിരിച്ചെത്തി. ഈ സന്തോഷം അദ്ദേഹത്തെ തൻ്റെ ഒരു പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ സൃഷ്ടിച്ചു. ദിവാൻ ഇ ഗാസ് കണ്ടതിന് ശേഷം ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ കണ്ട ഒരു ഇതാണ് പാഠശാല. എനിക്ക് മുമ്പിലുള്ളതാണ് ആ കാലഘട്ടം. ഇത് പാഠശാലയാണ്. പാഠശാല ഇത് പാഞ്ച്മഹലിനെ കുറിച്ച് ഞാൻ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ പാഞ്ച്മഹൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പം നേരെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ രാജകീയ കുളത്തിലാണ്. അപ്പോൾ കൽപ്പടവുകളൊക്കെ മനോഹരമായി തീർത്ത രാജകീയ കുളം ആണ് ഇനി കാണാൻ പോകുന്നത്. ഞങ്ങൾ അക്ബർ ചക്രവർത്തിയുടെ രാജകീയ കുളത്തിൻ്റെ മുൻവശം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജകീയ കുളമാണ് ഇതുള്ളത്. വളരെ മനോഹരമായ കൽപ്പടവുകൾ കൊണ്ട് നിർമ്മിച്ച ഈ കുളം, പല ഭാഗങ്ങളിൽ നിന്നും ഈ കുളത്തിലേക്കുള്ള പ്രവേശന കവാടമുണ്ടായിരുന്നു. അതേപോലെ തന്നെ വെള്ളം ഈ കുളത്തിലേക്ക് വരാനും അതേപോലെ അഴുകിയ വെള്ളം പുറത്തേക്ക് കളയാനുള്ള ഓവുചാൽ സംവിധാനവും ഈ കുളത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഫത്തേപൂർ സിക്രിയിലെ രാജകൊട്ടാര സമുച്ചയം ഇപ്പോൾ യുനെസ്കോ പൈതൃക സൈറ്റാണ്. വാസ്തുവിദ്യയും ചരിത്രപരമായ ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും ഉൾക്കൊള്ളുന്ന ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും പ്രസിദ്ധവുമായ പള്ളികളിലൊന്നായ ജമാ മസ്ജിദും ഇതിൽ ഉൾക്കൊള്ളുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ മഹത്തായ വാസ്തുവിദ്യ സൃഷ്ടിച്ച വിവിധ ഇന്ത്യൻ ശൈലികളുടെ അതുല്യവും മനോഹരമായ കൂടിച്ചേരലിൻ്റെ അടയാളമായാണ് ഇത് നിലനിൽക്കുന്നത്. ഹിന്ദു, ക്രിസ്തു, മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലെ ഭാര്യമാർക്കായി ഈ കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ തന്നെ അവർക്ക് വസതികളുണ്ടായിരുന്നു. അവർക്ക് പർച്ചേസ് ചെയ്യേണ്ടിയിട്ട് പ്രത്യേക മാർക്കറ്റുകൾ, ആഴ്ച ചന്തകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രിസ്തു മതത്തിലുള്ള മറിയത്തിന് ഉള്ള വസതിക്ക് തൊട്ട് സമീപത്തായി മത്സ്യവും മാംസവും പാകം ചെയ്യുന്നതിനായുള്ള അടുക്കളയും അത് കൈകാര്യം ചെയ്യാനുള്ള പരിചാരകരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്ബറിൻ്റെ മറ്റൊരു പത്നിയായ ജോധാബായി അക്ബർ പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ആ അടുക്കളയും അതിൻ്റെ വസതിയും പ്രത്യേകം തന്നെയായിരുന്നു. എന്നാലും എല്ലാം അടുത്തടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇത് ബീർബൽ താമസിച്ചിരുന്ന, അക്ബറിൻ്റെ മന്ത്രി ബീർബൽ താമസിച്ചിരുന്ന വസതിയാണ്. ജോധാബായി അക്ബറിൻ്റെ വസതിയുടെ പ്രത്യേകത അടുക്കളയുടെ നേരെ ഓപ്പോസിറ്റ് ഗന്ധപുര ഉണ്ടായിരുന്നു. ഗന്ധപുര, അതേപോലെ തന്നെ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് അത് സ്വീകരണ മുറിയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വൈകുന്നേരങ്ങളിലും ജോധാബായി അക്ബറും കെട്ടിടത്തിൻ്റെ സമുച്ചയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് സംഗീത വിരുന്നുകളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ജോധാബായി അക്ബറിന് ഇവിടെ പ്രത്യേകം ഒരു കൃഷ്ണമന്ദിരം തന്നെ ഉണ്ടായിരുന്നു. കൃഷ്ണമന്ദിരത്തിൻ്റെ മുൻവശത്ത് ഒരു തുളസി തറ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഇതിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ കൃഷ്ണ ടെമ്പിൾ, ജോധാബായി അക്ബറിൻ്റെ കൃഷ്ണ ടെമ്പിളിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ മുറികളെല്ലാം ഒരേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയൊരു ഹാളും ചെറിയൊരു പിന്നെ റൂമുകളോ അടങ്ങിയിരുന്നതാണ്. ഇതാണ് കൃഷ്ണ ടെമ്പിൾ. കൃഷ്ണ ടെമ്പിളിൻ്റെ മുൻവശത്തായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മറ്റൊരു പ്രത്യേകത, അവിടെ തുളസിത്തറ ഉണ്ടായിരുന്നു. ആയിരത്തി 1571 മുതൽ 1585 വരെ ഫത്തേപൂർ സിക്രി മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി പ്രവർത്തിച്ചു. 1573 അക്ബർ ഗുജറാത്തിൽ നിന്ന് വിജയിയായി തിരിച്ചെത്തിയപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി ഫത്തേപൂർ സിക്രി അഥവാ വിജയനഗരം എന്ന് നാമകരണം ചെയ്തു. പിന്നീട് 1585 തൻ്റെ അടുത്ത സൈനിക പ്രചരണത്തിനായി പോരാട്ടത്തിനായി അദ്ദേഹം പഞ്ചാബിലേക്ക് നീങ്ങിയപ്പോൾ നഗരം ഉപേക്ഷിച്ചു. 2 കാരണങ്ങളാണ് നഗരം ഉപേക്ഷിക്കുന്നതിന് പിന്നിലായി ചരിത്രം പറയുന്നത്. ജലത്തിൻ്റെ അഭാവവും രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ അസ്വസ്ഥതയും അക്ബർ പിന്നീട് തൻ്റെ സാമ്രാജ്യം തലസ്ഥാനം ലാഹോറിലേക്കും പിന്നീട് ആഗ്രയിലേക്കും മാറ്റി. 1610 ആകുമ്പോഴേക്കും ഫത്തേപൂർ സിക്രി പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. ഫത്തേപൂർ സിക്രിയുടെ ഉൾവശമാണ്. അതായത് ഓരോ റൂമിൻ്റെയും 2 റൂമുണ്ടായിരുന്നു. 2 റൂമും വളരെ ചെറുതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഫത്തേപൂർ സിക്രി ഉൾവശം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ചെറിയൊരു ഡോറാണ്. പിന്നെ തല കുനിച്ചിട്ട് പോകണം. അപ്പോൾ ഈ വലതുവശത്ത് അതേപോലെ തന്നെ ഇടതുവശത്ത് 2 ഒരു ചെറിയ റൂമുകളാണ് ഉണ്ടായിരുന്നത്. ചെറിയ റൂമിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. ഒന്ന് ഏകദേശം ഈ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു വലിപ്പത്തിലും നീളത്തിലുള്ളതാണ്. പിന്നെ ഒരു വലിയ ഹാളാണ്. പിന്നെ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി വരാന്തയിലൂടെ പോയിട്ട് അടുത്ത് പിന്നെ ഇതും കള്ളിയിലും വരാന്തയിലൂടെ പോയി അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത ഇതിലും കയറുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്കത് പ്രതിഫലിക്കുന്നത്. അതേ മോഡലിൽ തന്നെയാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റും അതായത് ഇവിടെ നിന്ന് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ വലിയൊരു ഹാള് അതേപോലെ 2 വശത്തും കാണാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞ കൃഷ്ണ ക്ഷേത്രമാണ്. കൃഷ്ണൻ്റെ പ്രതിമകളൊക്കെ ഇവിടെ വെച്ചിരുന്നു. ഇത് കൃഷ്ണ ക്ഷേത്രമാണ് ജോധാബായി അക്ബറുടേത്. ഇവിടെ ഒരു അറ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൃഷ്ണ വിഗ്രഹം വെച്ച ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്ന കൃഷ്ണ മന്ദിരം. നേരെ അവിടെ ഒരു തുളസിത്തറ കാണാൻ പറ്റിയിട്ടുണ്ട്. കൊടും വെയിലും കൊടും ചൂടിനിടയിലും ആ തുളസിത്തറയിലെ തുളസി അങ്ങനെ പ്രതിഫലിച്ച് തിളങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. വിജയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ഫത്തേപൂർ സിക്രി എന്ന പേര് അറബി ഭാഷയിൽ നിന്നാണ് വരുന്നത്. ഫത്തേഹ് എന്നാൽ വിജയം എന്നും സിക്രി എന്നാൽ ദൈവത്തിന് നന്ദി എന്നുമാണ് അർത്ഥം. നഗരത്തിൻ്റെ ആദ്യ പേര് ഫത്തേഹാബാദ് എന്നാണത്രേ അക്ബർ ചക്രവർത്തി നൽകിയിരുന്നത്. വിജയത്തിൻ്റെ നഗരം എന്നായിരുന്നു ഇതിനർത്ഥം. പിന്നീട് മകനായ ജഹാംഗീറിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹം ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഫത്തേഹാബാദ്, സിക്രിപൂർ എന്നീ പേരുകൾ സംയോജിച്ച് ഇന്നത്തെ ഫത്തേപൂർ സിക്രി ആയി മാറി. ഫത്തേപൂർ സിക്രിയുടെ എല്ലാ ഭാഗങ്ങളും കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഒറ്റക്ക്